എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 5 നക്ഷത്രത്തിൽ പിറന്ന സ്ത്രീകൾക്കും 3 നക്ഷത്രത്തിലെ പുരുഷന്മാർക്കും വലിയ ഭാഗ്യങ്ങൾ ലഭിക്കുന്ന സമയമാണ് നിലവിൽ. ഇവരെ കാത്തിരിക്കുന്ന സൗഭാഗ്യങ്ങളെക്കുറിച്ചും ഇവരുടെ ജീവിതത്തിൽ നിന്ന് വിട്ടൊഴിയുന്ന ദോഷങ്ങളെക്കുറിച്ചും നമുക്ക് ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ ഇന്നത്തെ വീഡിയോയിലൂടെ ഒന്ന് പങ്കുവെക്കാം. വീഡിയോയിലേക്ക് കടക്കും മുമ്പ് എൻ്റെ പ്രിയ പ്രേക്ഷകരെ, നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ എൻ്റെ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കാൻ വേണ്ടിയിട്ട് ബെൽ ഐക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണം. വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്താനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കാതെ ഇരിക്കുക. എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ ഈ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അറിയിക്കുന്നു. നമുക്ക് ആദ്യം തന്നെ നോക്കാം, പൂയം ആയില്യം നക്ഷത്രത്തിൽ പിറന്ന സ്ത്രീ ജാതകരെക്കുറിച്ച് ഒന്ന് നോക്കാം. പൂയം ആയില്യം നക്ഷത്രത്തിൽ പിറന്ന സ്ത്രീ നക്ഷത്ര ജാതകർക്ക് ശനിദോഷം മാറി ഭാഗ്യത്തിൻ്റെ പടിവാതിലുകളിലേക്ക് കടക്കുന്ന നിമിഷങ്ങളാണ്. അതിനാൽ നല്ല രീതിയിൽ ഈശ്വരാധീനം നിലനിർത്താൻ പൂയം ആയില്യം നക്ഷത്രക്കാർ ഒന്ന് ശ്രദ്ധിക്കണം. നാമജപങ്ങളിലൂടെ എല്ലാ ദോഷങ്ങളും മാറി ആത്മവിശ്വാസത്തോടു കൂടി ഇവർക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. ബുധൻ്റെ ആനുകൂല്യം ഉള്ളതുകൊണ്ട് നല്ല കാര്യങ്ങൾ നടക്കാനും സാമ്പത്തിക പുരോഗതി ലഭിക്കാനും ഉള്ള സാധ്യതകൾ ഇവർക്കൊപ്പം തന്നെ തെളിഞ്ഞു നിൽക്കുന്നുണ്ട്. രോഗദുരിതങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. സൗഹൃദങ്ങളും കുടുംബ ബന്ധങ്ങളും നല്ല ദൃഢമായിട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഇവർക്ക് സാധിക്കും. ചെറിയ കുഞ്ഞുങ്ങളിൽ ഉണ്ടാകുന്ന അസുഖങ്ങൾ സമയത്തിൻ്റെ ദോഷം മാത്രമായതുകൊണ്ട് ഭയപ്പെടേണ്ടതില്ല. വിദേശത്ത് തൊഴിൽ എടുക്കുന്ന സ്ത്രീ നക്ഷത്ര ജാതകരും വ്യാപാരങ്ങളിൽ ഏർപ്പെട്ടവരും മുൻപ് ഇവർക്ക് സംഭവിച്ച നഷ്ടങ്ങൾ നികത്തിക്കൊണ്ട് പതുക്കെ കരകയറാൻ തുടങ്ങുന്ന ദിവസങ്ങളാണ്. ഉദ്യോഗാർത്ഥികൾക്കും നല്ല സമയം തന്നെയാണ്. അഭ്യസ്ത വിദ്യർക്കും വിദ്യയ്ക്കനുസരിച്ച് ഒരു തൊഴിൽ ലഭിക്കാനുള്ളൊരു യോഗം കാണുന്നുണ്ട്. പൂയം ആയില്യം നക്ഷത്ര ജാതകർ ഇവരുടെ ദോഷങ്ങളൊക്കെ മാറാൻ വേണ്ടിയിട്ട് ശനിയാഴ്ച വ്രതം അനുഷ്ഠിക്കുക, ഗൃഹത്തിൽ എള്ളുതിരി കത്തിക്കുക, ശാസ്താവിൻ്റെ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തി നെയ്വിളക്ക്, പുഷ്പാഞ്ജലി, നീരാജനം, കറുത്ത പട്ട് ചാർത്തൽ, പായസം എന്നിവ യഥാശക്തി നടത്തുക. ജന്മനാളുകളിൽ ശിവക്ഷേത്രത്തിൽ ആയുസൂക്തം, പുഷ്പാഞ്ജലി, ശംഖാഭിഷേകം, വിളക്ക് എന്നിവ നടത്തുന്നതും പൂയം ആയില്യം നക്ഷത്ര ജാതകർക്ക് ഏറെ ഗുണം ചെയ്യും. ഇനി ഉത്രം നക്ഷത്രത്തിൽ പിറന്ന സ്ത്രീ നക്ഷത്ര ജാതകരെക്കുറിച്ച് നോക്കാം. തൊഴിൽ സംബന്ധമായിട്ടുള്ള ഉയർച്ചകൾ കൂടുതലായിട്ട് ലഭിക്കുന്ന ദിവസങ്ങളാണ്. പാരിതോഷികങ്ങൾ ഇവരെ തേടിയെത്തും. ഭൂമി സംബന്ധമായ ക്രയവിക്രയങ്ങൾ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം. രേഖാപരമായ കാര്യങ്ങൾ, ബാങ്ക് ഇടപാടുകൾ എന്നിവയിൽ കുറച്ച് നഷ്ടങ്ങൾ വരാൻ സാധ്യതയുള്ളതുകൊണ്ട് സൂക്ഷ്മതയോടുകൂടി എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യണം. പ്രിയപ്പെട്ടവരെ കാണുവാനും സന്തോഷം പങ്കുവെക്കുവാനും അവരോടൊപ്പം സമയം ചിലവഴിക്കാനും അവസരങ്ങൾ ലഭിക്കും. ഇവരെ പറ്റിച്ചുകൊണ്ട് കുറച്ച് ധനം കൈക്കലാക്കിയ വ്യക്തികളിൽ നിന്ന് ഇത് തിരികെ പിടിക്കാൻ ഉള്ളൊരു സാഹചര്യം കാണുന്നുണ്ട്. ഇവർക്ക് തൊഴിലുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള യാത്രകൾ ശുഭവും ഫലപ്രദവും ആകും. കർഷകർക്കും കലാകാരന്മാർക്കും പൊതുവെ മെച്ചപ്പെട്ട ഫലങ്ങൾ ഉണ്ടാകും. മുടങ്ങി നിൽക്കുന്ന വിദേശയാത്രകൾ തടസ്സങ്ങൾ നീങ്ങി നല്ല രീതിയിൽ ശുഭമായിട്ട് നടക്കും. കാലുകൾക്കും ഉദരത്തിനും ചെറിയ അസുഖങ്ങളും വേദനയും അനുഭവപ്പെടുമെങ്കിലും ഭയപ്പെടേണ്ടതില്ല. ആയുധങ്ങൾ, മറ്റിരുമ്പ് കൊണ്ടുള്ള വസ്തുക്കൾ, യന്ത്രങ്ങൾ എന്നിവയിൽ നിന്നൊക്കെയുള്ള അപകടങ്ങൾ ഒന്ന് ശ്രദ്ധിക്കണം. പുതിയ ഗൃഹങ്ങൾ നിർമ്മിക്കുവാനോ വാങ്ങുവാനോ പറ്റിയ സമയമാണ്. ധനവിനിയോഗം കാര്യക്ഷമവും ശ്രദ്ധാപൂർവവും ആക്കുക. പ്രണയിക്കുന്നവർക്ക് ഇഷ്ടപ്രാപ്തിക്കും സാധ്യതകൾ കാണുന്നുണ്ട്. ഇനി ചിത്തിര നക്ഷത്രത്തിൽ പിറന്ന സ്ത്രീ നക്ഷത്ര ജാതകരെക്കുറിച്ച് ഒന്ന് നോക്കാം. ഈശ്വരാധീനം
കൂടുതലായിട്ട് ലഭിക്കുന്ന സമയമാണെങ്കിലും കാര്യങ്ങൾക്ക് ഒരു മന്ദഗതി അനുഭവപ്പെടാൻ സാധ്യതകൾ കൂടുതലാണ്. അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ സമയബന്ധിതമായിട്ട് എല്ലാ കാര്യങ്ങളും നടപ്പാക്കുന്നതിനുള്ള മുന്നൊരുക്കങ്ങൾ നടത്തിയാൽ ഇവർ വിജയിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ്. മത്സര പരീക്ഷകളിലും തൊഴിൽ അന്വേഷണങ്ങളിലും മനസ്സംതൃപ്തി ഇവർക്ക് ലഭിക്കും. നല്ലൊരു വിവാഹ ജീവിതത്തിലൂടെ മുന്നോട്ടു പോകാൻ ഇവർക്ക് അവസരങ്ങൾ ഉണ്ടാകും. മനസ്സംതൃപ്തി കൂടുതലായിട്ട് ലഭിച്ചു തുടങ്ങും. സ്വർണ്ണാഭരണങ്ങൾ സമ്മാനമായിട്ട് ലഭിക്കാനും നഷ്ടപ്പെട്ടവ തിരികെ വരുന്നതിനും ഉള്ള വഴികൾ തുറക്കുന്നത് കാണുവാൻ വരും ദിവസങ്ങളിൽ ഇവർക്ക് സാധിക്കും. കുഞ്ഞുങ്ങളിൽ രോഗങ്ങളും മറ്റും ശാരീരികവും മാനസികവുമായ വൈഷമ്യങ്ങൾ ധാരാളമായിട്ടുണ്ടാകുമെങ്കിലും ഭയപ്പെടേണ്ടതില്ല. വാഹനങ്ങൾ, നാൽക്കാലികൾ എന്നിവയെ വളരെ ശ്രദ്ധയോടുകൂടി നോക്കേണ്ട സമയമാണ്. ഇവർ ദോഷപരിഹാരങ്ങൾക്ക് നിത്യേന നാമജപം നടത്തേണ്ടതാണ്. രാമനാമം, പഞ്ചാക്ഷരി മന്ത്രം എന്നിവ ജപിച്ച് ശിവഭഗവാനെയും ശ്രീരാമസ്വാമിയെയും പ്രീതിപ്പെടുത്തുന്നത് ഇവർക്ക് വേഗം തന്നെ ദോഷശാന്തി നൽകുന്നതായിരിക്കും. ഇനി ചോതി നക്ഷത്രത്തിൽ പിറന്ന നക്ഷത്രജാതകരെ കുറിച്ച് ഒന്ന് നോക്കാം. പൊതുവെ അത്യാപത്തുകൾ ഒന്നും ഉള്ള സമയമല്ല. ചില പുതിയ ചിന്തകൾക്കും തുടക്കങ്ങൾക്കും സാധ്യതയുണ്ട്. വാഹനങ്ങൾ, കന്നുകാലികൾ, കൃഷി, വ്യവസായം എന്നീ മേഖലകൾ പുഷ്ടി പ്രാപിക്കും. ആരോഗ്യ വിഷയത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. ഭൂമി സംബന്ധമായ വ്യവഹാരങ്ങൾ, തർക്കങ്ങൾ, ആപത്തുകൾ എന്നിവയൊക്കെ മാറിത്തുടങ്ങും. വിദ്യയിൽ തടസ്സങ്ങൾ നേരിടുമെങ്കിലും ഭയപ്പെടേണ്ടതില്ല. വാണിജ്യ മേഖല മുൻപില്ലാത്ത വണ്ണം ഉയർത്തെഴുന്നേൽക്കുന്നതായിട്ട് കാണാം. ഗവൺമെൻറ്റിൽ നിന്നും ചില സഹായങ്ങൾ ലഭിക്കും. കൂട്ടുകച്ചവടത്തിൽ തെറ്റിദ്ധാരണകൾ ഉടലെടുക്കാതെ ശ്രദ്ധിക്കണം. തെറ്റിദ്ധാരണകൾ ഉണ്ടായാൽ അത് വലിയ നാശത്തിലും നഷ്ടത്തിലും കലാശിക്കും. ഗൃഹനിർമ്മാണത്തിനും ഭൂമി സംബന്ധമായ കൊടുക്കൽ വാങ്ങലുകൾക്കും പറ്റിയ സമയമാണ്. ഇവർ ദോഷപരിഹാരങ്ങൾക്കായിട്ട് സുബ്രഹ്മണ്യ ഭജനം, ശാസ്താഭജനം, ശനീശ്വര ഭജനം എന്നിവ മുടങ്ങാതെ നടത്തി പ്രാർത്ഥിക്കുക. ഇനി നമുക്ക് പൂരം നക്ഷത്രത്തിൽ പിറന്ന പുരുഷ നക്ഷത്ര ജാതകരെ കുറിച്ചാണ് ഒന്ന് നോക്കേണ്ടത്. ഇവർക്ക് പുതിയ സംരംഭങ്ങൾ ആരംഭിക്കാനും ആരംഭിക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കുവാനും പറ്റിയ സമയമാണ്. വളരെ കാലങ്ങളായിട്ട് അനുഭവിക്കുന്ന ധനനഷ്ടം, സാമ്പത്തിക കാര്യങ്ങളിൽ ഉള്ള അപമാനങ്ങൾ എന്നിവ പരിഹരിക്കാൻ മാർഗങ്ങൾ മുന്നിലേക്ക് വരുമെങ്കിലും അതിനെ വേണ്ട രീതിയിൽ ഉപയോഗപ്പെടുത്തിയില്ലെങ്കിൽ ഫലം ചെയ്യുകയില്ല. അതുകൊണ്ട് തന്നെ ആത്മവിശ്വാസവും ഉത്സാഹവും സദാസമയം കൈവിടാതെ നിലനിർത്തണം. പൈതൃക സമ്പത്തിനെക്കുറിച്ചുള്ള കലഹങ്ങൾ മാറിത്തുടങ്ങും. വളരെ വേഗം തന്നെ ഇവരുടെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടും. വ്യാപാര, വ്യവസായ, കാർഷിക മേഖലകളിൽ നല്ല കാലത്തിൻ്റെ തുടക്കം കണ്ടു തുടങ്ങാൻ സാധ്യതകൾ കൂടുതലാണ്. കല, സാഹിത്യം, അധ്യാപനം, ശാസ്ത്ര സാങ്കേതിക മേഖലകളിൽ മനസ്സംതൃപ്തിയോടെ കർമ്മമനുഷ്ഠിക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചില്ലെങ്കിൽ ചെറിയ വ്യത്യാസം കൊണ്ട് വളരെ വലിയ ഭാഗ്യങ്ങൾ വരെ നഷ്ടപ്പെട്ടു പോകുന്ന സാഹചര്യങ്ങൾ കാണുന്നു. ഇവർ ദോഷപരിഹാരങ്ങൾക്ക് ശിവഭജനം മുടങ്ങാതെ നടത്തുക. കൂവളത്തില, എണ്ണ എന്നിവ ശിവങ്കൽ തിങ്കളാഴ്ചകളിൽ പ്രാർത്ഥിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി തിരുവോണം, അവിട്ടം നക്ഷത്രത്തിൽ പിറന്ന പുരുഷ നക്ഷത്ര ജാതകരെ കുറിച്ച് നോക്കാം. എല്ലാ കാര്യങ്ങളും വളരെ സൂക്ഷ്മതയോടുകൂടി ചെയ്തു തീർക്കാൻ സാധിക്കും. കാര്യങ്ങളിൽ നേരിടുന്ന വിഘ്നങ്ങളും ബന്ധങ്ങളിലെ വിള്ളലുകളും അതിജീവിക്കും. തൊഴിൽപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ മാറിത്തുടങ്ങും. സാമ്പത്തിക ക്ലേശങ്ങൾ വരും ദിവസങ്ങളിൽ ഉണ്ടാകില്ല. ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായിട്ട് അകാരണമായിട്ടുള്ള വേദനകൾ അനുഭവപ്പെടുന്നവർക്ക് അതിൽ നിന്നൊരു മോചനം ഉണ്ടാകും. കർമ്മമേഖലയിൽ സശ്രദ്ധമായ സമീപനം അത്യാവശ്യമാണ്. അല്ലാത്ത പക്ഷം തൊഴിൽ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. വളരെ ശ്രദ്ധാപൂർവമായ ഇടപെടലുകൾ ബന്ധുജനങ്ങളുമായിട്ടുണ്ടാകേണ്ടതാണ്. ചില വാക്കുകളിൽ വരുന്ന തെറ്റിദ്ധാരണ വലിയ അകലങ്ങൾ സൃഷ്ടിക്കാൻ സാധ്യതയുണ്ട്.
സാമ്പത്തിക മേഖല വളരെ മെച്ചപ്പെടും. കയ്യിലുള്ള ധനം ഉപയോഗപ്രദം ആവുകയുമില്ല. അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധയോടെ ധനവിനിയോഗം വേണ്ടതാണ്. വിദ്യാർത്ഥികൾക്ക് വേണ്ടത്ര പഠന മികവ് കാണിക്കാൻ സാധിക്കുകയില്ല. എന്നിരുന്നാലും ചില നല്ല തീരുമാനങ്ങൾ എടുക്കാനും പുതിയ ചില വിഷയങ്ങൾ പഠിക്കാനും സാധിക്കുന്നതാണ്. ഇവർ ദോഷപരിഹാരങ്ങൾക്ക് എല്ലാ ദിവസവും പരമാവധി പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുക. ജന്മനാളുകളിൽ ശിവക്ഷേത്ര ദർശനം നടത്തി ആയുസൂക്തം, അർച്ചന, കൂവളമാല എന്നിവ നടത്തുന്നത് നല്ലതായിരിക്കും.